രാജഗോപാൽ സർ, നമുക്കറിയാം നമ്മുടെ ഒരു കേരള രാഷ്ട്രീയം പോലെയൊന്നുമല്ല തമിഴ്നാട് രാഷ്ട്രീയം എന്ന് പറയുന്നത്. എംജിആറിന്റെ കാലം മുതൽ വ്യക്തമായ താരാധിപത്യമുള്ള ഒരു രാഷ്ട്രീയമാണ് തമിഴ്നാടിന്റേത്. ഇപ്പോഴിതാ സ്റ്റാലിൻ ഉണ്ട്, അതുപോലെ തന്നെ വിജയ് പുതിയ പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നു. വിജയുടെ പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾ ഇതൊക്കെയാണ് തമിഴ്നാട് രാഷ്ട്രീയം കൂടുതൽ ലൈം ലൈറ്റിൽ തിളങ്ങി നിൽക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ടായിരിക്കാം DMK പെട്ടെന്ന് കമലഹാസനെ രാജ്യസഭയിലേക്ക് അയക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്? അതാണ് എന്റെ ഒരു ചോദ്യം. വിജയുടെ രാഷ്ട്രീയ പ്രവേശനം, വിജയുടെ ചില രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ സ്റ്റാലിനെ ഭയപ്പെടുത്തുന്നുണ്ടോ, അല്ലെങ്കിൽ DMK അത് കൂടുതൽ തലവേദന സൃഷ്ടിക്കുകയാണ്? തീർച്ചയായിട്ടും സ്റ്റാലിന്റെ പരിഭ്രാന്തിയാണ്. സ്റ്റാലിന് അടുത്ത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പില് എന്ത് ചെയ്യും, എങ്ങനെ അടുത്ത പ്രാവശ്യം വിജയം നേടാനാകും എന്നുള്ളതിനെ കുറിച്ചുള്ള ആലോചനയിൽ നിന്ന് അദ്ദേഹത്തിനുണ്ടായ ഒരു പരിഭ്രാന്തിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പരിഭ്രമം ഉണ്ടാകും. മുമ്പേ നേതൃ സൂചിപ്പിച്ചതുപോലെ തന്നെ വിജയുടെ രാഷ്ട്രീയ പ്രവേശനം, തമിഴിലെ ഏറ്റവും സൂപ്പർ ഹീറോ എന്ന് പറയാവുന്ന, തമിഴ് ജനതയുടെ മുഴുവൻ മനം കവർന്ന് പോയിക്കൊണ്ടിരിക്കുന്ന വിജയിയുടെ, തമിഴ് ജനത എവിടെയൊക്കെ ഉണ്ടോ, പ്രത്യേകിച്ച് മലയാളി എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്, അതിന് വിജയിക്ക് വലിയ ആരാധകരുള്ള സ്ഥലമാണ്. നമ്മുടെ കേരളത്തിൽ പോലും അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾക്ക് ബാലാഭിഷേകം നടത്തുന്ന യുവതലമുറയുള്ള സ്ഥലമാണ് കേരളം പോലും. അപ്പൊ അതിൽ നിന്നുണ്ടായ ഒരു സൂചനയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കമലഹാസനെ പോലുള്ള ഒരു സിനിമാക്കാരനെ മുന്നിൽ നിർത്തണമെന്നുള്ളത്. DMK സംബന്ധിച്ചിടത്തോളം ഇപ്പൊ അവർക്കൊരു സ്റ്റാർ ക്യാമ്പയിനർ എന്ന് പറയാവുന്ന ഒരാള് തമിഴ്നാട് മൊത്തത്തിലില്ല. മൊത്തത്തിൽ അങ്ങനെ ഒരു സ്റ്റാർ ക്യാമ്പയിനർ കരുണാനിധിക്ക് ശേഷം അങ്ങനെ ഒരു മാസ് അപ്പീലുള്ള ഒരു നേതാവ് DMKക്ക് ഇല്ല. ഒരു പരിധി വരെ സ്റ്റാലിന് പറ്റും. സ്റ്റാലിൻ പഴയ ചെന്നൈ മേയറൊക്കെ ആയിരുന്നു, അതൊരു ലിമിറ്റിലാണ്. അദ്ദേഹത്തിനൊക്കെ ഒരു ലിമിറ്റിലേ പറ്റുകയുള്ളൂ. അതെല്ലാം സംപ്രസംഗങ്ങളിലും കാര്യങ്ങളിലും ഒക്കെ ഒരു പരിധിയുണ്ട്, ഒരു പരിമിതിയുണ്ട്. അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റുകയില്ല. ഉദയനിധി സ്റ്റാലിൻ, അദ്ദേഹത്തിന്റെ മകനെ ഉപമുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അതിന്റെ സ്റ്റാലിന് അത്രയും പോലും വരുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടുത്തെ അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ കണ്ടാൽ. അത് തന്നെയല്ല അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ, ഈ പറഞ്ഞതുപോലെയുള്ള സനാതന ധർമ്മങ്ങൾക്കെതിരെയൊക്കെയുള്ള വാക്കുകൾ വന്നതുകൊണ്ട് അതിനെ തമിഴ് ജനത ഇനി എത്ര കണ്ട് സ്വീകരിക്കും എന്ന് പറയാൻ ഒക്കത്തില്ല. കാരണം അവരെ തമിഴിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സിനിമാ താരങ്ങള്, അതോടൊപ്പം തന്നെ മുരുകസ്വാമി, അങ്ങനെയൊക്കെയുള്ള അത് രണ്ടും വിട്ട് അവർക്കൊരു കാര്യമില്ല. പിന്നെ അവരുടെ ഭാഷ, ഈ മൂന്ന് കാര്യങ്ങളാണ് തമിഴന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുൻഗണന എന്ന് പറയുന്നത്. ഇത് വിട്ടയച്ച് അവർക്ക് മറ്റൊരു കാര്യത്തെ കുറിച്ചൊന്നും വലിയ രാഷ്ട്രീയ കാര്യങ്ങളോ തീരുമാനങ്ങളോ ഒന്നും പറഞ്ഞിട്ട് അവരുടെ മുമ്പിലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതിൽ നിന്നുണ്ടായ ഒരു തോന്നലാണ്, ആ തോന്നലാണ് ഒരു സിനിമ താരത്തെ മുന്നിൽ നിർത്തുക എന്നുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു സ്റ്റാലിന്റെ നീക്കം. പക്ഷെ ഈ പറഞ്ഞതുപോലെയാണ് 70കളിലാണ് കമലഹാസൻ, 70കളിലാണ് അങ്ങനെ തമിഴ്നാട്ടിൽ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ സിനിമ നടൻ എന്നുള്ള നിലയില് മറ്റ് രാഷ്ട്രീയ രംഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു നടനായിരുന്നില്ല ശ്രീ കമലഹാസൻ. അദ്ദേഹം കുറെ പാർട്ടി ഉണ്ടാക്കി. ആ പാർട്ടിയുടെ എല്ലാം അദ്ദേഹം തന്നെയാണ്. അതിന്റെ സംസ്ഥാന പ്രസിഡന്റും ദേശീയ പ്രസിഡന്റും ബൂത്ത് തല പ്രസിഡന്റും എല്ലാം കമലഹാസൻ തന്നെയുള്ളൂ. വേറെ ആരുടെ ഒരു പേര് നമ്മൾ അതിനകത്ത് കേട്ടിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു ഓൾ ഇന്ത്യ പറഞ്ഞാൽ അത്തരത്തിലൊരു ഇമേജാണ്, ഒരു ഓൾ ഇൻ ഓൾ ഇമേജാണ് ശ്രീ കമലഹാസനുള്ളത്. അങ്ങനെയുള്ള കമലഹാസനെ വിജയിയെ പോലെ ഒരാളൊക്കെ പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ട് അതിനകത്ത്. എങ്കിലും കിട്ടിയതിരിക്കട്ടെ. എന്തായാലും രജനീകാന്ത് തയ്യാറല്ല, രജനീകാന്ത് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ തയ്യാറല്ല എന്നുള്ളത് അത് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. ഉണ്ടായിരുന്നില്ല, അദ്ദേഹം നേരത്തെ തന്നെ ഇറങ്ങാമായിരുന്നു. അദ്ദേഹത്തിന്റെ മുൻഗാമിയായിട്ടുള്ള ജയലളിതയെ പോലെയോ MG രാമേന്ദ്രനെ പോലെയോ ഒക്കെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിലെ മുഖ്യമന്ത്രി സ്ഥാനത്തൊക്കെ തീർച്ചയായിട്ടും എത്താൻ പറ്റുന്ന ആ റേഞ്ചിലുള്ള ഒരു നേതാവായിരുന്നു. നേതാവും രാഷ്ട്രീയക്കാരനും സിനിമാക്കാരനുമായിരുന്നു. ഇതെല്ലാം തുടങ്ങി വെക്കുന്നത് മുമ്പ് നിന്ന് സൂചിപ്പിച്ചതുപോലെ MG രാമേന്ദ്രൻ, നമ്മുടെ മലയാളിയാണ്, പാലക്കാട്ട് നിന്ന് പോയ നമ്മുടെ MG രാമേന്ദ്രനാണ് തുടങ്ങി വെക്കുന്നത്. അദ്ദേഹം DMKയിലായിരുന്നല്ലോ ആദ്യം, DMKയിലായിരുന്നു. അവിടെ നിന്ന് അദ്ദേഹത്തിന് അവിടുത്തെ ചില പ്രവൃത്തികളും ചെയ്തികളും ഒന്നും ശരിയാകാതെ വന്നപ്പോഴാണ് അദ്ദേഹം എതിർക്കുന്ന സമയത്തും അദ്ദേഹം തമിഴിലെ സൂപ്പർ സ്റ്റാറാണ്. അതാലോചിക്കണം. ആ സമയത്താണ് കരുണാനിധിക്ക് തോന്നുന്നു ഇയാള് രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമാകുമോ എന്നൊരു തോന്നൽ കരുണാനിധിക്ക് ഉണ്ടാകുന്നു. അതിന്റെയൊക്കെ പരിണിത ഫലമാണെന്നാണ് പറയുന്നത്. MR രാധയെ കൊണ്ട് MGRന്റെ കഴുത്തിന് നേരെ വെടിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അദ്ദേഹത്തിന്റെ സംസാരശേഷി നഷ്ടപ്പെട്ടു. അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ തമിഴ് മക്കൾ അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു. അന്ന് വെടികൊണ്ട സമയത്ത് തന്നെ സംഭവങ്ങളൊക്കെ ഓർക്കുന്നില്ലേ? അദ്ദേഹം ഏതാണ്ട് 1.5 മാസമോ 2 മാസമോ ഹോസ്പിറ്റലിൽ കിടക്കുകയായിരുന്നു. അദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്യുന്നത് വരെ തമിഴ് ജനത ആശുപത്രിയുടെ ചുറ്റിലുമായിരുന്നു. ആശുപത്രിയുടെ പരിസരത്ത് തമ്പടിച്ച് കിടക്കുകയായിരുന്നു.
അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്നൊരു പേടിയുണ്ടായിരുന്നത് കൊണ്ട് തമിഴ്നാട്ടിൽ അന്ന് ഏതാണ്ട് 2-3 ആഴ്ചത്തേക്ക് മണ്ണെണ്ണ തന്നെ നിരോധിച്ചു കളഞ്ഞു. ഇല്ലെങ്കിൽ അവരെടുത്ത് തലയിൽ കൂടെ പൊരി ഒഴിച്ച് ആത്മഹത്യ ചെയ്തു കളയും. അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ മരണസമയത്ത് ഇതുപോലെ അവസാന കാലങ്ങളിൽ അദ്ദേഹത്തിന്റെ മരണസമയത്ത് വിദേശത്തു നിന്ന് കുറച്ച് ഡോക്ടർമാരൊക്കെ വന്നാണല്ലോ അദ്ദേഹത്തെ നോക്കി. പക്ഷെ അവസാനം രക്ഷയില്ല എന്നുള്ളൊരു ഘട്ടമാണ് വന്നത്. അങ്ങനെ തമിഴ് ജനതയുടെ മുഴുവൻ സ്നേഹാദരവുകളും പിടിച്ചു പറ്റിയ ഒരു നടനായിരുന്നു ശ്രീ എം ജി രാമചന്ദ്രൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസംഗങ്ങളോ നമ്മൾ മറ്റു കാര്യങ്ങളോ ഒന്നും നോക്കണ്ട. എന്റെ തമിഴ് മക്കളെ, എന്റെ രക്തത്തിൽ പിറന്ന തമിഴ് മക്കളെ, എന്റെ രക്തവും നിങ്ങളുടെ രക്തവും ഒന്ന് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗിക്കുക ആരംഭിക്കുന്നത് തന്നെ. അത് കഴിഞ്ഞാൽ തന്നെ ഏതാണ്ട് അരമണിക്കൂർ കൈയടിയ. ഈ ആദ്യത്തെ വാചകം കഴിഞ്ഞാൽ തന്നെ അരമണിക്കൂർ കൈയടിയ. പിന്നീട് അദ്ദേഹം സംസാരിക്കാൻ പോലും കഴിയുമെന്നുള്ളതായിരുന്നു. അങ്ങനെ തമിഴ് ജനതയുടെ മുഴുവൻ അദ്ദേഹത്തിന്റെ കിട്ടിയ സമ്പാദ്യങ്ങളും ഈ റിക്ഷാക്കാരൻ സിനിമയിൽ നിന്നുള്ള വരുമാനം, സമ്പാദ്യങ്ങളെല്ലാം സാധാരണക്കാർക്ക് വേണ്ടി കൊടുക്കുകയായിരുന്നു. ഒന്നിലും ഒരു അഴിമതിയോ മറ്റു കാര്യങ്ങളിലോ ഒന്നും മറ്റൊരു സിനിമ തമിഴിലെ സൂപ്പർ സ്റ്റാർ ആണെങ്കിൽ ഒരു വിരദോഷവും കേൾപ്പിക്കാതെ ജീവിച്ചു പോയ ആളാണ്. അങ്ങനെ ഒരു ജനത അദ്ദേഹത്തെ ഹൃദയത്തിലേക്ക് നടന്ന ഒരു ജനതയാണ്. ഞാനിപ്പോഴും ഓർക്കുന്ന ഒരു സംഭവമാണെങ്കിൽ അത് പറയാതിരിക്കാൻ വയ്യ. അദ്ദേഹത്തെ ചികിത്സിക്കാനായിട്ട് അവസാന ഘട്ടത്തിൽ ചികിത്സിക്കാനായിട്ട് ജപ്പാനിൽ ആണെന്ന് എനിക്ക് തോന്നുന്നു കുറച്ച് വിദഗ്ധ ഡോക്ടർമാർ വന്നു. അവരെ മദ്രാസ് എയർപോർട്ടിൽ ഇറങ്ങിയ ശേഷം ഈ ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. വരുന്ന സമയത്ത് ആ റോഡിന്റെ 2-3 കിലോമീറ്റർ നീളത്തിൽ തമിഴ് ജനത, തമിഴിലെ പുരുഷന്മാരെല്ലാം ഇങ്ങനെ നിരനിരയായിട്ട് നിൽക്കുകയാണ്. 2 കിലോമീറ്റർ ദൂരത്തില് 2 വരിയായിട്ട് അവർ നിൽക്കുകയാണ്. അപ്പൊ ഈ എം ജി ആറിന് കിഡ്നി സംബന്ധമായ അസുഖമാണ് ഉണ്ടായിരുന്നത്. ഈ തമിഴ് ജനതയുടെ അറിവില്ലായ്മയാണോ അതോ സാധാരണക്കാരുടെ അവർക്ക് ഈ കിഡ്നി എന്ന് പറയുന്നത് ശരീരത്തിന്റെ ഏത് ഭാഗമാണെന്ന് അവർക്ക് അത്ര നിശ്ചയമില്ലായിരുന്നു എന്നാണ് പിന്നീട് വന്ന പത്ര റിപ്പോർട്ടുകളിൽ നമുക്ക് മനസ്സിലായത്. ആ കാത്തുനിന്ന പുരുഷാരം മുഴുവൻ അവരുടെ ഉടുവസ്ത്രം ഇങ്ങനെ ഉയർത്തി കാണിച്ചിട്ട് ഡോക്ടർമാരോട് എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഡോക്ടർമാരുടെ വിചാരം വെളിയിൽ നിന്ന് അവരുടെ വിചാരം ഇവരെ അവമാനിക്കാനായിട്ട് ഇവരെന്തോ കാണിക്കുകയാണെന്നുള്ളതാണ്. അവസാനം അവർ ഹോസ്പിറ്റലിൽ എത്തിയ ശേഷം അവര് അന്വേഷിച്ചു കഴിഞ്ഞപ്പോ തമിഴിലെ അവിടുത്തെ ആളുകൾ പറഞ്ഞതും സാർ ഈ അവയവം എടുത്ത് അവരുടെ അണ്ണന് കൊടുക്കാനാണ് അവർ പറയുന്നത്. ഒന്നാലോചിച്ച് നോക്കണം. ഇംഗ്ലീഷ് പിന്നെ അത് വലിയ വാർത്തയൊക്കെ ആയിരുന്നു. ഈ അവയവം ഞങ്ങൾക്ക് വേണ്ട, ഇതെടുത്ത് ഞങ്ങളുടെ അണ്ണന് കൊടുത്തേക്കാൻ. അങ്ങനെ സ്നേഹിച്ചൊരു സമൂഹമാണ് തമിഴ്നാട്ടിലുള്ളത്. അപ്പൊ അതുകൊണ്ട് സിനിമയുടെ സ്വാധീനം അതിഭയങ്കരമായ സ്വാധീനമാണ്. ഇത് തന്നെയാണ് ശ്രീ സ്റ്റാലിനെ ഭയപ്പെടുത്തുന്നത്. അപ്പൊ എം ജി ആറിന് ശേഷം ജയലളിത വന്നു. അദ്ദേഹത്തിന്റെ നായികയായിട്ട് അഭിനയിച്ചിട്ടുള്ള ജയലളിത വന്നു. അപ്പൊ എം ജി ആറിന്റെ പടങ്ങൾ വെച്ചിട്ടാണ് അവർ വോട്ട് പിടിക്കുകയും തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയും ഒക്കെ ചെയ്ത് ക്ലീൻ സ്വീപ്പായിരുന്നു. അവരും തൂത്തുവാരിക്കൊണ്ടാണ് തമിഴ്നാട് ഭരിച്ചത്. പക്ഷെ അതിനുശേഷം ADMK ഒരു നാഥനില്ലാത്ത അവസ്ഥ വന്ന ശേഷമാണ് അതിനകത്ത് പിന്നെ 2 ഗ്രൂപ്പുകൾ. ഈ എടപ്പാടി പളനിസ്വാമി, അയാളുടെ കൂടെ നിന്നിരുന്ന ജയലളിതയുടെ വിശ്വസനായിരുന്ന O പനീർശെൽവം വേറെ ഗ്രൂപ്പ് ഉണ്ടാക്കി. അത്തരത്തിലുള്ള തമിഴ് രാഷ്ട്രീയം പിന്നെ ADMK വിഭജിക്കുകയാണ് ചെയ്തത്. ആ വിഭജനത്തിൽ നിന്നാണ് ശരിക്കും സ്റ്റാലിൻ അധികാരത്തിലേക്ക് വരുന്നത്. ആ ഡിവിഷനിൽ നിന്നാണ് സ്റ്റാലിൻ അധികാരത്തിലേക്ക് വരുന്നത്. സ്റ്റാലിൻ അന്നത്തെ തെരഞ്ഞെടുപ്പില് ഈ പറഞ്ഞതുപോലെയാണ്. ഇവർ 2 തട്ടാട്ട് മത്സരിക്കുന്നു. ഇപ്പുറത്ത് BJP ഉണ്ട്. BJP ഇപ്പുറത്ത് മത്സരിക്കുന്നുണ്ട്. പക്ഷെ BJPക്ക് ഈ പറഞ്ഞതുപോലെ ഒരു സ്റ്റാർ ക്യാമ്പയിനർ അവിടെ ഇല്ലായിരുന്നു. ആദ്യഘട്ടങ്ങളിൽ അവർക്ക് ഇല്ലായിരുന്നു. പിന്നീടാണ് ശ്രീ അണ്ണാമലൈ IPS അവിടെ വരുന്നത്. അദ്ദേഹം നല്ല ഓളം ശരിക്കും ഒരു 1-2 വർഷം കൊണ്ട് തമിഴില് ശരിക്കും ഓളം ഉണ്ടാക്കി. BJPക്ക് നല്ല ശതമാനം, ഒരു 15-20% വരെ, 25% വരെ വോട്ട് പാർലമെന്റ് സീറ്റിലെ തെരഞ്ഞെടുപ്പിലൊക്കെ അദ്ദേഹം ഉയർത്തി കൊടുക്കുകയൊക്കെ ചെയ്തു. നേടാൻ കഴിയുകയില്ല. പക്ഷേ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായി. എന്തായാലും ഇവിടെ അണ്ണാമലയെ വീണ്ടും പഴയ പോലെ തട്ടന് പിന്നിലേക്ക് മാറ്റി BJP നേതൃത്വം മാറ്റി നിർത്തിയിരിക്കുകയാണ്. ADMKയുമായിട്ടാണ് സഖ്യം ഉണ്ടായിരിക്കുന്നത്. ആ സഖ്യമാണ് ഇപ്പോഴ് DMKയുമായിട്ട് മത്സരിക്കുന്നത്. അതായത് DMK സഖ്യം ഒരു ഭാഗത്തും AIDMKയും BJP സഖ്യവും. അതിൽ അണ്ണാമല ഇതുവരെ നേതൃത്വത്തിലില്ല, ബാക്കിയുള്ളവരാണ് അതിനെ നയിക്കുന്നത്. ഈ സഖ്യത്തിനിടയിലേക്കാണ് വിജയിയുടെ പാർട്ടി കയറി വരുന്നത്. വിജയിയുടെ പാർട്ടി ഇതിലേക്ക് കയറി വന്ന് ഒരു ത്രികോണ മത്സരം വീണ്ടും അവിടെ ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിജയ് വോട്ട് പിടിക്കും. വിജയിയുടെ പാർട്ടി തീർച്ചയായിട്ടും വോട്ട് പിടിക്കും. അവർ നല്ല ശതമാനം വോട്ട് പിടിക്കും. അവർ സീറ്റും നേടും. എടപ്പാടി സ്വാമിക്കും BJPക്കും സഖ്യത്തിനും കിട്ടും, DMKക്കും കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുക്കത്തിൽ ആർക്കും എല്ലാവരും തുല്യ ശക്തികളായിട്ട് മാറുകയാണ്. അപ്പൊ തമിഴില് ഈ പറഞ്ഞതുപോലെ ക്ലീൻ സ്വീപ്പ് തൂത്തുവാരിക്കൊണ്ട് പോവുക എന്നുള്ളൊരവസ്ഥയൊന്നും ഇനി അവിടെ ഉണ്ടാകത്തില്ല. അത് ശരിക്കും സ്റ്റാലിനെ ഭയപ്പെടുത്തുന്നുണ്ട്. നമ്മളെ കഴിഞ്ഞ പാർലമെന്റ് കോയമ്പത്തൂർ പാർലമെന്റ് സീറ്റ് നോക്കിയാൽ നമുക്കത് മനസ്സിലാകും. നമ്മളിവിടെ ചേർന്ന് കിടക്കുന്നതാണല്ലോ. കോയമ്പത്തൂർ, രാമനാഥപുരം ഒക്കെ നോക്കിയാൽ നമുക്കത് മനസ്സിലാകും.
കോയമ്പത്തൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ അണ്ണാമലയായിരുന്നു. അണ്ണാമലയെ തോപ്പിക്കാനായിട്ട് ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ തന്നെ DMK ഒരുപാട് പാടുപെട്ടു. അവിടെ നിന്ന് അവസാനം ഒരാളിനെ കൊണ്ടുവന്നു. പക്ഷെ അവിടെ EPSന്റെ അവരുടെ ADMKയുടെ സ്ഥാനാർത്ഥി അവിടെ മത്സരിച്ചിരുന്നു. ത്രികോണ മത്സരമായിരുന്നു, ശക്തമായ ത്രികോണ മത്സരം. അന്ന് വിജയില്ല, വിജയുടെ പാർട്ടി വന്നിട്ടില്ല. ഈ പറഞ്ഞതുപോലെയാണ് ഇയാള് BJP ഒക്കെ അവിടെ ഒരു നേരത്തെ തന്നെ വളരെ സ്വാധീനമുള്ള അവർക്ക് MP ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ് കോയമ്പത്തൂർ എന്ന് പറയുന്നത്. പക്ഷെ ഒരുപാട് പാടുപെട്ടു, ഒരുപാട് ബുദ്ധിമുട്ടി അവിടെ അണ്ണാമലയെ തോൽപ്പിക്കാനായിട്ട്. അണ്ണാമല ഏതാണ്ട് തുല്യമായ വോട്ടുകളെ വലിയ മാർജിനൊന്നും വലിയ വ്യത്യാസമില്ലാതെയൊക്കെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെയുള്ള DMK സ്ഥാനാർത്ഥി ജയിച്ചു കയറി പോയത്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തമിഴ്നാട്ടിൽ ഇനി ആവർത്തിക്കാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കാം. ഇനി വിജയിയുടെ ഈ കൂട്ടത്തിൽ കയറി നിന്ന് കഴിഞ്ഞാൽ, വിജയിയുടെ സ്ഥാനാർത്ഥിയുടെ ഇതിനകത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ച് ഇവർ ഉണ്ട്. കാരണം സ്റ്റാലിനെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റത്തില്ല, സ്റ്റാലിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ സ്റ്റാലിന് നിലനിൽക്കുന്നുണ്ട്. പക്ഷെ സ്റ്റാലിൻ വളരെ ബുദ്ധിമാനാണ് കേട്ടോ. അതേപോലെ തന്നെ ഈ ഇപ്പൊ തന്നെ കോയമ്പത്തൂർ വിമാനത്താവളവുമായിട്ട് ബന്ധപ്പെട്ട് പുതിയൊരു തീരുമാനം വന്നത് നമ്മൾ കണ്ടില്ലേ? കോയമ്പത്തൂർ പീളമേട്ടിലുള്ള ചെറിയ വിമാനത്താവളത്തിന് വേണ്ടിയിട്ട് ഏതാണ്ട് 600 ഏക്കർ സ്ഥലം ഗവൺമെന്റ് വിട്ടുകൊടുത്തിട്ടുണ്ട്. അപ്പൊ മോദിയുമായിട്ടൊരു ഒരു ലിങ്കൊക്കെ ഉണ്ടാക്കാനുള്ള ശ്രമമൊക്കെ സ്റ്റാലിൻ നടത്തുന്നുണ്ട് അവിടെ. പക്ഷെ അത് എത്ര കണ്ട് വിജയിക്കും പറയാനൊക്കുന്നില്ല. മോദിയുടെ ഒരു നിലപാടില്, പ്രധാനമന്ത്രിയുടെ നിലപാടിൽ അനുസരിച്ചിരിക്കും, അല്ലെങ്കിൽ BJPയുടെ നിലപാട് പോലെ ഇരിക്കും. അതോടൊപ്പം തന്നെ സ്റ്റാലിനെ ഭയപ്പെടുന്ന മറ്റൊന്നാണ് അദ്ദേഹത്തിന്റെ സഹോദരി കനിമൊഴിയുടെ നിലപാടും അദ്ദേഹത്തിനെ ഭയപ്പെടുത്തുന്നുണ്ട്. കാരണം കനിമൊഴി പറഞ്ഞില്ല, തമിഴിലൊക്കെ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടൊക്കെ പോലും അവർക്കും BJPയുമായിട്ട് ഇപ്പൊ റഷ്യയിലാണെന്ന് തോന്നുന്നു, റഷ്യൻ സംഘത്തിനോടൊപ്പമാണ് കനിമൊഴി പോയിരിക്കുന്നത്. പ്രധാനമന്ത്രി നമ്മുടെ പാകിസ്ഥാന്റെ എതിരെയുള്ള പ്രചരണം നടത്താൻ മുന്നോട്ട് വരാൻ പറഞ്ഞ കൂട്ടത്തിൽ കനിമൊഴിയുടെ പേര് വെച്ചിരുന്നു. കനിമൊഴി ഒരു അൺകണ്ടീഷണലായിട്ടാണ് അത് അക്സെപ്റ്റ് ചെയ്തത്. ശശി തരൂരിനോടൊപ്പം തന്നെ കനിമൊഴിയും പോയിരുന്നു. ഇനി തിരിച്ചു വന്ന ശേഷം നമ്മൾ പറഞ്ഞില്ല, തരൂര് അമേരിക്കൻ US തരൂര് രാജ്യത്തിന്റെ കാര്യങ്ങളൊക്കെ വളരെ ഗംഭീരമായിട്ട് അവതരിപ്പിച്ച നമ്മുടെ ഒരു വിദേശകാര്യമന്ത്രി പറയാവുന്നതും അതിനപ്പുറമായിട്ട് ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കനിമൊഴിയും അത്തരത്തിൽ സംസാരിക്കാൻ കഴിവുള്ള ആളാണ്. കനിമൊഴിയും കൂടെ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിലും സ്റ്റാലിന് സംശയമുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം എന്നെനിക്ക് തോന്നുന്നു ഈ 70 വയസ്സുകാരൻ അല്ലെങ്കിൽ 70കളിൽ നിൽക്കുന്ന കമലഹാസനെ രാജ്യസഭാ പ്രത്യേകിച്ച് വൈക്കോയാണ് അവിടെ ഒഴിവാക്കുന്നത്. ആലോചിച്ച് നോക്കണം, വൈക്കോയെ ഒഴിവാക്കിക്കൊണ്ട് കമലഹാസനെ പോലെ ഒരു സിനിമാമുഖം ഇരിക്കട്ടെ, 4 പേര് കണ്ടാൽ അറിയാവുന്ന ഒരു സിനിമാമുഖം ഇരിക്കട്ടെ എന്ന് സ്റ്റാലിൻ ഉദ്ദേശിക്കുന്നുണ്ടാകും. അത് അദ്ദേഹത്തിന്റെ പരിഭ്രമത്തിൽ നിന്നുണ്ടാകുന്നതാണെന്നാണ് എന്റെ ഒരു നിരീക്ഷണത്തിൽ എനിക്ക് തോന്നുന്നത്.